ഈ ലീഗിൻ്റെ കൊടിൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് ഭയങ്കര പ്രശ്നവും പ്രയാസമുണ്ട് പിണറായി വിജയന്. സത്യത്തിൽ ഈ പച്ച കാണുമ്പോൾ നമുക്കതൊരു കളറാണ്, ചുവപ്പ് കാണുമ്പോഴും നമുക്കൊരു കളറാണ്, എല്ലാവർക്കും അതൊരു കളറാണ്, ചുവപ്പ് പച്ച കറുപ്പ്. എന്നാൽ ഇവർക്ക് ഈ പച്ച ഒരുതരം ഭ്രാന്താണ്, എന്ന് വെച്ചാൽ വർഗീയ ഭ്രാന്താണ്. പച്ച ബോർഡ് പാടില്ല എന്ന് കേരളത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. നമ്മളെ ആളുകൾ പറയലുണ്ട്, പണ്ട് തമാശാക്കിയിട്ട് പറയലുണ്ട്, പിന്നെ ബത്തൊക്കെ മുറിച്ചപ്പോൾ അതിനടിയിൽ ഇപ്പോൾ ചോപ്പായതുകൊണ്ട് ലീഗുകാർ തിന്നില്ല എന്ന് അറിയലുണ്ട്, ഒരു തമാശ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ ഈ തരം ഭ്രാന്ത്, പച്ച ബോർഡ് കണ്ടാൽ ഇൻ്റർനാഷണൽ കളറാണ്, സ്കൂളുകളിലെ ക്യാമ്പസുകളിലെ യൂണിവേഴ്സിറ്റികളിലെ കളറാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് പച്ച ബ്ലൗസ് പറ്റൂല. ഈ ചുവപ്പിനോട് തന്നെ CPM ഇഷ്ടം എന്താ അറിയാം ഞങ്ങൾ, അത് ചോരയുടെ കളറായതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ചോരയുടെ കളറാണ്, ചോരയോടുള്ള അവരുടെ അഭിവാഞ്ചയും അവരുടെ അമിതമായ താല്പര്യമാണ് അതിനുള്ളിൽ. ഞങ്ങളുടെ പ്രശ്നം പച്ചയൊന്നുമല്ല, ഞങ്ങളുടെ പ്രശ്നം കൊടിയുമല്ല, ഞങ്ങളുടെ ഐഡിയോളജിയാണ് പ്രശ്നം. നാളെ മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഓൾ ഇന്ത്യ കമ്മിറ്റി കൂടിയിട്ട് ഈ കൊടിൻ്റെ നിറം മാറ്റിയാൽ ഞങ്ങൾ ആ കൊടി പിടിക്കും. കറുപ്പ് കൊടിയാണോ കറുപ്പ് പിടിക്കും, ചുവപ്പ് കൊടിയാണോ ചുവപ്പ് കൊടി പിടിക്കും. തുർക്കിയിലെ പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻ്റെ കൊടി ചുവപ്പാണ്. ഈ എന്ത് തരം വിവരക്കേടാണ് ഒരു ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്? കൊടിക്ക് എന്താണ് ഇവിടെ? മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട സാധനം കൊടിയല്ല, ഐഡിയോളജിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ കൊടി അവിടെ കാണിച്ചില്ല എന്ന് പറയുന്നത് കേട്ടോ, ഞങ്ങളെ കൊടി കാണിച്ചില്ല എന്നല്ല പ്രശ്നം. ഈ സാധുക്കൾക്ക് കൊടി അവിടെ കെട്ടുണ്ടെന്ന് മനസ്സിലാവണില്ല. മാഹി ബൈപ്പാസ് വന്നതിൽ വലിയ സങ്കടം CPM. കാരണം എന്താ, ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ട് മാഹിൻ്റെ വരുമ്പോഴത്തിന് ബൈപ്പാസ് ആയതുകൊണ്ട് ഫുൾ സ്പീഡ് പോകുമല്ലോ, അപ്പോൾ അത് മാറിപ്പോവാണ്. എന്നുവെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തെത്തി രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കേണ്ട സമയമായി. ബൈപ്പാസ് വന്നതിൽ വരെ സങ്കടമാണ് CPM. കാരണം ആജാതി പാർട്ടിയാണ്. അവിടെ മാഹി കൊണ്ടുപോയിട്ട് കോൺഗ്രസിൻ്റെ കൂടെ കിട്ടും, പിന്നെ വടകര കൊണ്ടുവന്നിട്ട് പിന്നെ CPM വേറെ കിട്ടും, പിന്നെ ഗൂഡല്ലൂരിൽ പിന്നെ എന്താണ് സ്റ്റാലിൻ്റെ കൂടെ കിട്ടും, വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ചീത്ത പറയും. ഈ അരഗതിയും പരഗതിയും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ കൊടി പിടിക്കണില്ല. ഇനി മൊത്തം തന്നെ കൊടി ഒഴിവാക്കുക. പിണറായിക്ക് എന്താ പ്രശ്നം? ഞങ്ങളെ പാർട്ടി കൊടിയില്ല എന്ന് ചോദിച്ചു. പിണറായിൻ്റെ ചിലവിനറ്റ ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് കൊടി വേണ്ടെന്ന് എന്താ പ്രശ്നം? ഞങ്ങളുടെ ഐഡിയോളജിയാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഫാഷിസത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പുകളുള്ള കോൺഗ്രസ് അടക്കമുള്ള മുന്നണിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശിവസേനയായിട്ട് എന്താണ് കോൺഗ്രസ് സഖ്യമാണല്ലോ മഹാരാഷ്ട്രയിൽ. എന്താ സഖ്യം? BJPയെ തോൽപ്പിക്കുക എന്ന കോസിൻ്റെ കൂടെ അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. BJPയെ തോൽപ്പിക്കുക എന്നുള്ള കോസിൻ്റെ കൂടെ അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വന്ന് കൊടിയില്ല വടിയില്ല, ഇവിടെ ബോംബ് പൊട്ടിക്കുക, ഒരു മനുഷ്യനെ പച്ചക്ക് കൊന്നിട്ട് പിന്നെ എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു ഒരു പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്നിട്ട് കേസ് കൊടുക്കുക, ഈ പണികൾ മുഴുവൻ ചെയ്യുക, നാട് മുഴുവൻ അഴിമതി നടത്തിയിട്ട് അങ്ങേ അറ്റത്തെത്തിക്കുക. അതിനിടയ്ക്ക് വന്നിട്ട് ലീഗിൻ്റെ കൊടി എന്തൊരു സങ്കടമാണ്. ഞങ്ങൾക്കില്ലാത്ത ബേജാറ് ഏതായാലും പിണറായി വിജയന് വേണ്ട.